ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. അൽമാഉൽ മുസ്തഅമലു, മുസ്തഅമലായ വെള്ളം, ഉപയോഗിക്കപ്പെട്ട വെള്ളം. ഹുക്മുൽ ഇസ്തിഅമാലി ലാ യസ്ബുതു ഇല്ലാ ബിഅർബഅത്തി ശുറൂത്തിൻ. 4 ഷർത്തുകൾ ഉണ്ടാവുമ്പോഴാണ് വെള്ളം മുസ്തഅമലാണ് എന്ന വിധി സ്ഥിരപ്പെടുക. ഏതൊക്കെയാണ് 4 ഷർത്തുകൾ? അൽ അവ്വലു, ഒന്നാമത്തത്, കൗനുൽ മായി ദൂന കുല്ലത്തൈനി, വെള്ളം 2 കുല്ലത്തിൽ കുറവായിരിക്കണം. ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാടിൽ ഖലീൽ കസീർ എന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞാൽ 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം ഖലീലാണ്. 2 കുല്ലത്തുണ്ടാവുകയോ അതിനേക്കാൾ അധികരിക്കുകയോ ചെയ്താൽ കസീറാണ്. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 191 ലിറ്ററാണ്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞാൽ വെള്ളം ഖലീലായി, അത്രയോ അതിന് കൂടുതലോ ആണെങ്കിൽ വെള്ളം കസീറായി. അപ്പോൾ വെള്ളം മുസ്തഅമലാകണമെങ്കിൽ 191 ലിറ്ററിൽ കുറഞ്ഞ വെള്ളത്തിനെ ഈ നിയമം ബാധിക്കുകയുള്ളൂ. ഫലോ ജുമിയൽ മുസ്തഅമലു ഖബല കുല്ലത്തൈനി ഫതഹൂർ. കുറേ പാത്രത്തിൽ മുസ്തഅമല വെള്ളം കുറേശ്ശെ ഉണ്ട്, ഇത്രയും അളവില്ല. അതെല്ലാം കൂടി സമാഹരിച്ചു, അപ്പോൾ അത് 2 കുല്ലത്തുണ്ടായി, 191 ലിറ്റർ ഉണ്ടായാൽ ആ വെള്ളം വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, വെള്ളം തഹൂറാണ്. കമാലു ജുമിയൽ മുത്തനജിസ് ഫബല കുല്ലത്തിന് ബില തഗയ്യുരിൻ. മുത്തനജിസായ വെള്ളം അതെന്താണെന്ന് പിന്നെ പറയുന്നുണ്ട്. മുത്തനജിസായ വെള്ളം കുറേശ്ശെ എല്ലായിടത്തും ഉണ്ട്. അത് ശേഖരിച്ചിട്ട് 2 കുല്ലത്തുണ്ടായി, അതിന് യാതൊരു വ്യത്യാസവുമില്ല, മണമോ നിറമോ ടേസ്റ്റ് വ്യത്യാസമില്ലെങ്കിൽ അതും തഹൂറാണ്. അപ്പോൾ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുസ്തഅമലാവുക എന്ന വിധി അവിടെ വരില്ല. വസാനി, രണ്ടാമത്തെ ഷർത്ത്, ഇസ്തിഅമാലുഹു ഫി ഫർളിൻ, ഫർളിൽ ഉപയോഗിക്കണം, നിർബന്ധമായ കഴുകൽ ഉപയോഗിക്കണം. 1-ാം പ്രാവശ്യം മുഖം കഴുകാൻ ഉപയോഗിച്ച വെള്ളം അത് ഫർളാണ്. ഇങ്ങനെ ഫർളിലല്ല സുന്നത്തിനു വേണ്ടി വിനിയോഗിച്ചാൽ അത് മുസ്തഅമലാവുകയില്ല. ഫൽ മുസ്തഅമലു ഫി നഫ്ലിൻ, സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, കൽ വസ്ലത്തി സാനിയത്തി വസാലിസത്തി, 2-മത്തെയോ 3-മത്തെയോ കഴുകലുകൾ, വൽ വുളുവിൽ മുജദ്ദദി, വുളു ഉണ്ടായിരിക്കെ പിന്നെ ഒന്നുകൂടി പുതുക്കപ്പെട്ട വുളു ഉപയോഗിച്ച് വെള്ളം, അതൊക്കെ തഹൂറാണ്. അപ്പോൾ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒരാൾ കൈയിട്ടിട്ട് മുൻകൈ കഴുകി, ബിസ്മി ചൊല്ലി മുൻകൈ കഴുകിയാൽ ആ ബക്കറ്റിൽ വെള്ളം മുസ്തഅമലാകുന്നതല്ല. കാരണം മുൻകൈ കഴുകൽ സുന്നത്താണ്, സുന്നത്തിനു വേണ്ടി ഉപയോഗിച്ച വെള്ളമാണത്. ആകയാൽ ആ കഴുകൽ കൊണ്ട് വെള്ളം മുസ്തഅമലാകുന്നതല്ല. വസാലിസു, 3-മത്തെ ഷർത്ത്, ഇൻഫിസാലുഹു അനിൽ ഉളുവി, അവയവത്തിൽ നിന്ന് വെള്ളം വേർപിരിയണം. കൈ കഴുകുന്ന സമയത്ത് അവൻ്റെ സുന്നത്തായ ഭാഗമാണ് തോൾ കൈ കഴുകുക. അതിൻ്റെ അപ്പുറം പോയാൽ കാല് വരെ കഴുകൽ സുന്നത്താണ്. കാൽമുട്ടിന് മേലെ കയറിയാൽ അതൊക്കെ വേർപിരിഞ്ഞതായിട്ട് കൂട്ടും. അങ്ങനെ കഴുകിയ അവയവത്തിൽ നിന്ന് വേർപ്പെടുമ്പോഴാണ് ആ വെള്ളം മുസ്തഅമലായിട്ട് പരിഗണിക്കപ്പെടുന്നത്. വലാ യദുറു ഇൻഫിസാലുഹു മിനൽ കഫ്ഫി ഇല സഅദി വലാ മിനർ റഅസി ഇലാ നഹ്വി സദർ. കൈ കഴുകുമ്പോൾ മുൻകൈ കഴുകിയ വെള്ളം കൊണ്ട് തന്നെയാണ് തണ്ടൻ കൈയിലേക്ക് വരുന്നത്. തണ്ടൻ കൈ കഴുകിയ വെള്ളമാണ് കൈ മുട്ടിലേക്ക് വരുന്നത്, അതിന് പ്രശ്നമില്ല. കുളിക്കുമ്പോൾ തല കഴുകിയ വെള്ളമാണ് നെഞ്ചിലേക്ക് ഇറങ്ങി വരുന്നത്, അതും മുസ്തഅമലായി പരിഗണിക്കപ്പെടുന്നതല്ല. വറാബിയു, 4-മത്തെ ഷർത്ത്, അദമു നിയ്യത്തുൽ ഇഗ്തിറാഫ് ഫി മഹല്ലിഹ. ചില സ്ഥലങ്ങളിൽ വെള്ളം കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് വേണ്ടി വരും. ആ നിയ്യത്ത് വേണ്ട സ്ഥലത്ത് അങ്ങനെ നിയ്യത്ത് ചെയ്യാതിരിക്കുക. ആ സ്ഥലം ഏതൊക്കെയാണ്? വഹുവ ഫിൽ വുളൂഇ ബഅദ ഗസ്ലിൽ വജ്ഹി, വുളു എടുക്കുമ്പോൾ മുഖം കഴുകിയ ശേഷമാണ്. മുഖം 3 പ്രാവശ്യം കഴുകിയാൽ പിന്നെ കൈയാണ് കഴുകേണ്ടത്. അപ്പോൾ ഒരാൾ ബക്കറ്റിൽ നിന്ന് കൈയിട്ട് കഴുകുന്ന സമയത്ത് ഞാൻ കൈയിലിട്ട് കഴുകല്ല, വെള്ളം കോരിയെടുത്ത് കഴുകുകയാണെന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ആ വെള്ളം മുസ്തഅമലാകുന്നതല്ല. വഫിൽ ഉസ്രി ബഅദ നിയ്യത്തുൽ ജുനുബി, കുളിക്കുമ്പോൾ ജനാബത്തിൻ്റെ നിയ്യത്ത് വെച്ച് കുളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്തുമാണ്. ഇങ്ങനെ 4 ഷർത്തുകളാണ് വെള്ളം മുസ്തഅമലാവാനുള്ളത്. ഒന്നുകൂടെ പറയാം. വെള്ളം 191 ലിറ്റർ കുറവായിരിക്കണം, അഥവാ 2 കൊല്ലത്തിൽ കുറവായിരിക്കണം. 2-മത്തത് ഫർളായ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കണം. 3-മത്തത് അവയവങ്ങളിൽ നിന്ന് വേർപിരിയണം. 4-മത്തത് കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് വേണ്ട സ്ഥലത്ത് ആ നിയ്യത്ത് ഇല്ലാതിരിക്കണം.
ഈ 4 ഷർത്തുകളും കൂടി സമ്മേളിക്കുമ്പോഴാണ് വെള്ളം മുസ്തഅമലാകുന്നത്. ആ മുസ്തഅമലായ വെള്ളം പിന്നീട് നിർബന്ധമായ ഇനി സുന്നത്തുമായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ചെറിയ ബക്കറ്റ് വെള്ളത്തിൽ കൈ കടത്തി വുളു എടുക്കാം. പക്ഷേ മുഖം കഴുകുന്ന സമയത്ത് ആ മുഖത്തിൽ ഉപയോഗിച്ച ഫർളായ വെള്ളം അതിലേക്ക് വീഴാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ മുഖം കഴുകി കഴിഞ്ഞ ശേഷം കൈ കഴുകുന്ന സമയത്ത് അതിൽ കൈയിടല്ലോ. ആ കൈയിടുമ്പോൾ വെള്ളം കോരിയെടുത്ത് പുറത്തുനിന്ന് കഴുകുക എന്നുള്ള ഉദ്ദേശമുണ്ടായാലും മതി. അപ്പോൾ ആ ബക്കറ്റിൽ തന്നെ കൈയിട്ട് വുളു എടുക്കാം. വെള്ളം കുറച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. ഇനി നാം ഉപയോഗിച്ച ഫർളിന് വേണ്ടി ഉപയോഗിച്ച വെള്ളം കുറഞ്ഞ വെള്ളത്തിലേക്ക് തെറിച്ചാൽ ആ വെള്ളം മുസ്തഅമലാകുമോ ഇല്ലേ എന്നൊരു ചർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ പറയാം.